ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിബീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇന്നൊരു സാറ്റർഡേ ആണ്. ഞങ്ങൾ ബോറടിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ പുറത്ത് പോകാം, കുറച്ച് ഷോപ്പിംഗ്, പിന്നെ വിശക്കണ്ടായിരുന്നു, ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോകണ റൂമിൻ്റെ അടുത്തുള്ളൊരു മാളിലാണ്, വേഗ സിറ്റി. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല ട്രാഫിക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടോ. നല്ല ട്രാഫിക്കുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ. ട്രാഫിക്കിനെ പറ്റി എന്നാ പറയാനുള്ളത്? വൃത്തികെട്ട ട്രാഫിക്കാണ്, അതൊന്നും പറയാനില്ല. ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് അറിയാം. ട്രാഫിക്കാണ് ഗൈസ് ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത. അങ്ങനെ കിടക്കുന്ന ഗൈസ് നമ്മളങ്ങനെ മാളിൻ്റെ ഫ്രണ്ടിലെത്തി. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഷോപ്പ് ചെയ്യണം. ലൈക്ക് ഗൈസ് നമ്മൾ മാളിലെത്തി. ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. സാറ്റർഡേ കൊണ്ട് തന്നെ പിന്നെ iPhone 16 ലോഞ്ച് നടക്കുന്നുണ്ട്. മൊത്തം കൂടെ ഫുൾ ക്രൗഡാണ്. അതുപോലെ തന്നെ കേസ് അവിടെ ക്യാരം ബോർഡിൻ്റെ ക്യാരംസ് ഗെയിംസ് നടക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. ഗൈസ് ഇത് മാച്ചാണ് ക്യാരംസ് ബോർഡിൻ്റെ അല്ലേ. പ്രൈസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് 16 ആ ഫീച്ചർ പൊളിയല്ലേ. പ്രോയിങ് ഉള്ളവരോ? പ്രോ കുറച്ചുകൂടെ നൈസ്. ബാക്ക് കാണിച്ചോ. അങ്ങനെ നമ്മളെടുത്തു നൈസായിട്ടൊന്ന് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. റെഡ് ചാനമിൻ്റെ ഇതിലുണ്ട്. ക്വാളിറ്റി ഉണ്ടല്ലേ. എന്തോ ഈ ലാസ്റ്റത്തെ ഷൈൻടോം ഷാറ്റോൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ വലിയ താല്പര്യം ഇതിൽ വലിയ ഇഷ്ടമൊന്നുമായില്ല കേട്ടോ. നമ്മൾ ഇതെടുക്കാൻ വന്നാലേ നമുക്ക് ഡ്രസ്സ് നോക്കാൻ വന്നവാ. ഇതൊക്കെ മമ്മി ആണെങ്കിൽ പറയും ഇതുപോലത്തെ 100 ഉണ്ടെന്ന് പറയും. ഇതുപോലത്തേക്ക് എത്ര അവനുള്ള ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തേക്ക് എന്തോരം അവനുള്ള എന്തോരം ജാക്കറ്റ്സ് ഒന്നുമില്ല. കഴിഞ്ഞാണ് ഞാൻ ഇഷ്ടം പോലെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ജാക്കറ്റ്സ് ഒന്നുമില്ല. ഗൈസ് ഞാൻ ആകെ കൺഫ്യൂഷനാണ്. എന്തെങ്കിലും എടുക്കണം, പക്ഷെ എനിക്കൊന്നും അട്രാക്റ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. ഗൈസ് എനിക്ക് അട്രാക്റ്റീവായിട്ടുള്ളതൊന്നും എടുക്കണം എന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങളൊന്നും കാണല്ല ഇവിടെ. ഞാൻ നോക്കിയിട്ടും ഒന്നും കിട്ടില്ല.
അത് അട്രാക്റ്റീവ് അല്ലേ? ഗൈസ് ഭയങ്കര ക്രൗഡായിട്ടോ. ഇത്ര നേരം റീച്ച് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ അയ്യേറ് കളിയും. ഗൈസ് എനിക്കിതിൽ ആദ്യം ഇഷ്ടമായത് കാരണം ഞാൻ ആദ്യം എനിക്ക് ഈ ടീഷർട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓവർ ഫേവറേറ്റ് ബ്ലാക്കാണ്. പിന്നെ ഇത് ബ്ലാക്ക് തന്നെ എടുത്താലോ? ഇതൊക്കെ എടുത്ത് മമ്മി വഴക്ക് പറയും. 10-20 ബ്ലാക്ക് ഉണ്ടാവും എൻ്റെ കയ്യിൽ. കൺഫ്യൂഷൻ ആലോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഗൈസ് എനിക്ക് എന്താണെന്ന് പറയാൻ പറയുക, എനിക്ക് ഈ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് കുറേ ബ്ലാക്ക് ഉണ്ട് പറഞ്ഞാൽ കുറേ ബ്ലാക്ക് ഉണ്ട്. ലൈക്ക് ഒത്തിരി ബ്ലാക്ക് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതെടുക്കാം. ഗൈസ് അങ്ങനെ ഇതെടുക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ, സെറ്റാണ്. നോർമൽ സെറ്റ് ടീഷർട്ട് നോക്കുകയാണെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല മെറ്റീരിയൽ, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇട്ടിട്ട്. സോ ലെറ്റ്സ് ടേക്ക്. കാലക്രമേണ എന്തായിരുന്നു ഗേൾസിന്റെ ക്രോപ്പ് ടോപ്പ് സത്യം പറഞ്ഞു ബോയ്സ് ഗേൾസിന്റെ ക്രോപ്പ് ടോപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസിന് ഉണ്ടായിരുന്നു. നീ അവിടെ സെർച്ച് ചെയ്ത് നോക്കാം ക്രോപ്പ് ടോപ്പ്. സത്യം അത് എനിക്കൊരു അല്ലല്ല എനിക്ക് പരാതി പറയാനുള്ള എന്താണെന്നറിയാം. അതല്ല, ഇവിടെ ഗേൾസിന് എന്തുമാത്രം ഐറ്റംസ് എന്ന് പറയും. ഇവിടെ ഫുള്ള് കളക്ഷൻസ് ഫുൾ ഗേൾസിനാണ് അല്ലേ? ജെൻസിന് ഇവിടെ ജെൻസിനെയാണ് ഇവിടെ പ്രത്യേകിച്ച്. എനിക്ക് അല്ല, ഇവിടെ ഗേൾസിന് എന്തുമാത്രം ഐറ്റംസ് എന്ന് പറയും. അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാരിക്കൊണ്ട് പോകും. അങ്ങനെ അതെടുത്തിട്ടോ. ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ KFC എത്തി. വിശക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഡ്രസ്സ് എടുത്തിട്ടോ. ഞാൻ ഇട്ടത് ഇതിലോട്ട് വെച്ചിട്ട് ഞാനത് എടുത്തിട്ട് എനിക്കെന്തോ ഇടാഞ്ഞിട്ട് എന്തോ പോലെ. അതുകൊണ്ട് ഞാനതെടുത്തിട്ട് എന്നെ മറ്റേത് ഞാൻ ഇതിൽ പാക്ക് ചെയ്തു. എന്താ മേടിക്കാം? സാറ്റർഡേ ആണ്, നല്ല ക്രൗഡ് ഉണ്ട് ഇവിടെ. ചേച്ചിയും പിള്ളേരും കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കഴിപ്പിക്കില്ല. ആണല്ലോ വേണോ? ചിക്കൻ മാത്രം പെപ്സിയില്ലേ? അതെയോ? ഓ എനിക്ക് കുഴപ്പമില്ല. മോസ്റ്റ്ലി വേണ്ടല്ലോ. തന്തൂരി ഡിപ്പ് എന്തെങ്കിലും അറിയൂട്ടോ. എൻ്റെ വിചാരം ടെമ്പറേച്ചർ അങ്ങനെ കേട്ടോ. നമ്മുടെ വീട്ടിലില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.